ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഡിപ്പോയിലൊക്കെ പോയി കൊടുക്കാനുള്ള കുറച്ച് പാഴ്സലുകളൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന് പോയിട്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ടൗണിൽ പോകണം. മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം. മുടി വെട്ടാനും പറ്റിയൊന്നുമില്ല, എന്നാലും ഒന്ന് സെറ്റായേക്കാം. പ്രായം കൂടുന്നതുകൊണ്ട് നരകൾ കൂടിക്കൂടി തുടങ്ങി. അപ്പോൾ എന്നായാലും യൂണിഫോമൊക്കെ ഒന്ന് മാറിയിട്ട് നേരെ ലെൻസിലിൽ പോകാം. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു തൊപ്പിയൊക്കെ വെച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നെൽസണിൽ പോവാം. മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം. പിന്നെ അല്ലാതെ ചില്ലറ പരിപാടികളുണ്ട്. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇന്നലെ ഇങ്ങോട്ട് ശക്തമായ കാറ്റും മഴയായിരുന്നു. ഭയങ്കര കാറ്റും മഴയായിരുന്നു. കണ്ടില്ലേ, റോഡൊക്കെ കിടക്കണ്ടേ. ഈ വലിയ മരത്തിൻ്റെ ഒരു വലിയ മരാട്ടോ, മരത്തിൻ്റെ മേളിൽ നിന്ന് ചാടിക്കണ സംഭവമല്ല. പിന്നെ മേളിൽ കിളിക്കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നോക്കാൻ നേരത്ത് കുറേ കുഞ്ഞു കിളികളൊക്കെ ഇങ്ങനെ കിടക്കണുണ്ട്. ക്ലോസ്ഡ്. അങ്ങനെ നമ്മൾ മുടി വെട്ടിക്കാൻ വേണ്ടി സ്റ്റോമീസിൽ വന്നിട്ടോ. പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഇന്നിവിടെ സാറ്റർഡേ മാർക്കറ്റൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര ക്രൗഡാണ്. ഇതാണ് സ്റ്റോമീസ്. അങ്ങനെ നമ്മൾ സ്റ്റോമീസിൽ മുടി വെട്ടിക്കാൻ വേണ്ടി വന്നേക്കോട്ടെ. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്. സാറ്റർഡേ ആയതുകൊണ്ട്. പിന്നെ പോരാത്തതിന് ഇവിടെ നല്ല മുടി വെട്ടുന്ന സ്ഥലത്തൊക്കെ ഒടുക്കത്തെ തിരക്കായിരിക്കും കേട്ടോ. നെൽസണിൽ അടിപൊളിയായിട്ട് ഒരു മുടി വെട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്റ്റോമീസ് ആട്ടോ. പക്ഷെ ഇവിടെ ഇന്ന് ഭയങ്കര തിരക്കാണ്. 2 മണിക്കൂറോ വെയിറ്റിംഗ് പറഞ്ഞങ്ങനെ. നമുക്കിവിടെ കയറി വരുമ്പോൾ ഒരു ടാബുണ്ട്. ആ ടാബിൽ നമ്മുടെ പേര് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ മതി. കട്ട വെയിറ്റിംഗാണ്. 1.25 മണിക്കൂറായി ഇപ്പോൾ ഇവിടെ നിൽക്കണം. ഇവിടെ ബോർഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് 2 മണിക്കൂർ മിനിമം വെയിറ്റിംഗ്. എസ്റ്റിമേറ്റഡ് വെയിറ്റിംഗ് ടൈം ടുഡേ 2 hours. രാവിലെ 11 മണിക്ക് വന്നിട്ടുണ്ടല്ലോ. മുടി വെട്ടി ഇപ്പോഴാണ് പുറത്തേട്ടറാണ്. സമയം 3 മണിയായി. നമ്മൾ മുടിയെട്ടാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടല്ലോ. വീട്ടിൽ നിന്നിട്ട് കാല വശപ്പായിരുന്നു. ഫുഡ് കഴിക്കുക. കുറച്ച് ചോറ്, തൈര്, ഒരു മുട്ട പൊരിച്ചത്, പിന്നെ ടൂണ. വിശന്നിട്ട് കണ്ണും തലയും കാണാൻ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് വന്ന പാടെ ചോറിന. സത്യം പറഞ്ഞുണ്ടല്ലോ, ഭയങ്കര വിശപ്പായിരുന്നു. അതുകൊണ്ട് ഫുഡിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കാം. പ്രവാസ ജീവിതം തുടങ്ങിയതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് പാത്രമൊക്കെ നമ്മൾ തന്നെ കഴുകി, നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി, നമ്മൾ തന്നെ കഴിക്കണം. വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം സൈഡിൽ കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു. നമ്മളീ പണിയില്ലാത്ത ദിവസം ഉണ്ടല്ലോ, വീട്ടിലത് ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ മടിയായി പോട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഇപ്പോൾ അവിടെയൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. പക്ഷേ ഇനി കുറച്ച് പരിപാടികൾ ഫ്രണ്ടിലുണ്ട്. ഇഷ്ടം പോലെ പണിയുണ്ട്. വൈകുന്നേരത്തിനുള്ള ഫുഡ് ഉണ്ടാക്കണം, തുണി അലക്കി വിരിച്ചേക്കണം, മടക്കി വെക്കണം. പിന്നെ എന്നാ എനിക്ക് പിന്നെ റൂം ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ലിസ്റ്റ് ഇങ്ങനെ കിടക്കുമല്ലേ. മടിയായി. ചുമ്മാ ഇങ്ങനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ മടിയായി പോകും. ഓണാവണം.
വേണ്ടിയില്ല, കിച്ചൺ ഫുൾ അലമ്പായിട്ട് എടുക്കട്ടെ. ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കണം. ഒന്ന് കൗണ്ട് ഡൗൺ വരെ പോയിട്ട് വരാം. ആൽബർട്ട് ജെയിൻ പോളോ ഓൺ. നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ചുമ്മാ ബോറടിച്ചു കേട്ടോ. എന്നാൽ പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ, പ്രത്യേകിച്ച് മേടിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് പാലും കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൗണ്ട് ഡൗൺ വരെ പോട്ടോ. വീട്ടിലിരുന്ന് ചുമ്മാ ബോറടിക്കുക. എന്നാൽ പിന്നെ എന്തെങ്കിലും കാര്യമായിട്ട് മീൻ ഇപ്പം ടൈഡ് നോക്കിയപ്പോൾ അത്യാവശ്യം 7 മണിയാകുമ്പോൾ നല്ല ഹൈറ്റൈഡാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഫിഷിങ്ങിന് വന്നോർത്ത് ഇറങ്ങുക. ഇത്ര നേരം ചുമ്മാ വീട്ടിലിരിക്കുമായിരുന്നു കേട്ടോ. വൈകുന്നേരം ടൈഡുണ്ട്, എന്നാൽ പിന്നെ ഇച്ചിരി നേരം മീൻ പിടിക്കാമല്ലോ എന്നോർത്ത് ഇറങ്ങിയേക്കോ. ഇപ്പം ചൂണ്ടയും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഇവിടെ വാൻ പുറത്താണ് എടുക്കണേ, കണ്ടില്ലേ? നമ്മുടെ വാൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ചൂണ്ടയും സാധനം പിടിക്കല്ല. എന്നാലും നിങ്ങൾ ഇവിടെ വരെ വന്നിട്ട് ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞേ? അല്ല, പോകാന്നല്ല, ഞാൻ ഇത്രയും തിരക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് സ്ഥലത്തോട്ട് പോയാലോ? ഒത്തിരി നടക്കണം അവിടെ, ആ മൂലയായിട്ട് അങ്ങനെ എടുത്തിട്ട് ആ സ്ഥലത്തോട്ട് നമ്മൾ ഫിഷിങ് സ്പോട്ടിലെത്തിയിട്ടോ. പക്ഷെ ഇവിടെ നല്ല ക്രൗഡാണ്, നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ മീൻ പിടിക്കാൻ ഇറങ്ങണോ അതോ തിരിച്ചു പോകണോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലിരിക്കട്ടെ ഞാനും നിമിഷിഫിനും. എന്ത് ചെയ്യും? അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മുടെ ചൂണ്ടയൊക്കെ കെട്ടി സെറ്റാക്കിട്ടോ. ഫുള്ള് തിരക്കം. നമുക്ക് ഈ ഫ്രണ്ടിൽ ഇട്ട് നോക്കാം മീൻ കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ 2 ചൂണ്ടയും കാശ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചൂണ്ടയിൽ വലിയ ചൂണ്ടയിൽ പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട്. നോക്കട്ടെ, ചെറിയ പോത്ത് കിട്ടിയായിരുന്നല്ലോ. ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിട്ടോ, പിന്നെ ഇല്ല. പ്രോ ലെവലിലുള്ള ആൾക്കാർ വന്നിട്ടോ ഇവിടെ മീൻ പിടിക്കാൻ. ഒരു രക്ഷയില്ല. അങ്ങനെ വണ്ടി കയറിയിരിക്കാം. അയ്യോ, ലോങ് സ്റ്റിക്ക് ഒരെണ്ണം അവിടെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിമിൻസീഫൻ തൊട്ടടുത്ത് ചെറിയ സ്റ്റിക്ക് ഒരെണ്ണം കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ടൈഡ് 7 മണിക്കാണ്, ഒരു 6:30 ആകുമ്പോൾ തൊട്ട് ബൈറ്റ് ആവുമായിരിക്കും. നോക്കാം. വലിയ സ്റ്റിക്കിലെ തീറ്റ തീർന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നൊരു ഗുഡ് ഡേ ആണെന്ന് തോന്നണില്ല. ഒരു മണിക്കൂറായി നമ്മളോട് വന്നിട്ട് ഒരു സാധനം അടിച്ചല്ലോട്ടോ ഇത്ര നേരമായിട്ട്. ഇവിടെ അപ്പുറയൊക്കെ മീൻ പിടിക്കുന്നവർക്ക് ആർക്കും ഒന്നും കിട്ടണില്ല കേട്ടോ, നമുക്ക് മാത്രമല്ല. പക്ഷെ എന്താണ് ഇന്നത്തെ ടൈഡ് ഒരു സുഖമില്ലാത്ത ടൈഡാണെന്ന് തോന്നുന്നു. ചുമ്മാ ഒന്ന് സമയം പോവോ. നമ്മളൊരു 1.5 മണിക്കൂർ നിന്നോട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്നത്തെ ടൈഡ് ഭയങ്കര മോശമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിഷിങ്ങിൻ്റെ പരിപാടി നിർത്തി നമ്മൾ തിരിച്ച് വീട്ടിൽ പോകട്ടോ. അങ്ങനെ മീൻ പിടിക്കാൻ പോയിട്ട് ഒരു ചുട്ടിപ്പരലിനെ പോലും കിട്ടാണ്ട് ഞാനും നിമിഷീഫിനും തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടോ. ഇനി നമ്മുടെ മുമ്പിലുള്ള പരിപാടികൾ എന്നാ വെച്ചാൽ നമുക്ക് വീട്ടിൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കാനുണ്ട് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മേരെ പാസ് ചാവി നഹി ഹേ സീൻ. അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി. നോക്കട്ടെ ഇനി അടുത്ത പരിപാടി എന്നാണ്. അങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കി നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ദിവസത്തെ എല്ലാ സംഭവം കഴിഞ്ഞുകൊണ്ട് ഞാൻ വീടിൻ്റെ ലൈറ്റൊക്കെ എടുത്ത് ഞാൻ നേരെ കിടക്കാൻ പോവാം.